ഹലോ എവരിബഡി, വെൽക്കം ടു അവർ ചാനൽ കീം ഓൺ ഫയർ. അപ്പോൾ നമ്മൾ നീറ്റ് PVQs ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജസ് ആണ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡാണ് ആ ചാപ്റ്ററിൽ, അതായത് +2 ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നീറ്റ് 2025 വന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഭയങ്കര ലെങ്തിയാണ്, ബട്ട് സ്റ്റിൽ ആൻസർ ഈസ് വെരി സിമ്പിൾ. ഈവൻ ഒരു ഇക്വേഷനും അറിയേണ്ട, ജസ്റ്റ് സിമ്പിൾ ലോജിക്ക് വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ നീറ്റ് കുട്ടികളെ ഫിസിക്സ് ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സോ യു ക്യാൻ വാച്ച് ദിസ് തിങ്. കുറച്ചുകൂടെ നിങ്ങൾക്ക് ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ, ബട്ട് ഇഫ് യു ഫീൽ ദാറ്റ് ഫിസിക്സ് ഈസ് ടഫ് ആണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള കീം പ്രോബ്ലംസ് ചെയ്ത് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കിത് ചെയ്യാൻ പറ്റും. അതൊക്കെ സോൾവ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ചെയ്യാം. ഓക്കെ, ഇഫ് യു ആർ PCM ആണെങ്കിൽ നിങ്ങൾക്ക് കീം എഴുതുകയും ചെയ്യാം. സോ യു ഷുഡ് റൈറ്റ് കീം ഓൾസോ. ഓക്കെ, സോ ഇത് നോക്കാം. അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമുക്കിത് അതും ചെയ്യാവുന്നതാണ്. അത് ചെയ്ത് നമുക്കൊരു ആയി കഴിയുമ്പം നിങ്ങൾക്ക് ഇത് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ടു ഐഡൻറ്റിക്കലി ചാർജ് കണ്ടക്ടിങ് സ്ഫിയേഴ്സ് A and B. രണ്ട് സ്ഫിയർ ഉണ്ട്, ഒരേ ചാർജാണ് രണ്ടിനും. അതിന് ഏതൊക്കെയാണ് എയും ബിയും ഉണ്ട്. ഹാവ് ദിയർ സെൻറ്റർ സെപ്പറേറ്റഡ് ബൈ എ സർട്ടൺ ഡിസ്റ്റൻസ്. അത് രണ്ടും തമ്മിൽ എന്തോ ഒരു ഡിസ്റ്റൻസിൽ അത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് രണ്ടും കോണ്ടാക്റ്റിലല്ല. ചാർജ് ഓൺ ഈച്ച് സ്ഫിയർ ഈസ് Q. ഓരോന്നിൻ്റെയും ചാർജ് എന്ന് പറയുന്നത് ഈക്വലാണ്, Q ആണ്, +Q തന്നെ ആയിരിക്കുമല്ലോ. ആൻഡ് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ, അപ്പോൾ രണ്ടും ഈക്വൽ ചാർജ് ആയതുകൊണ്ട് അതിലെന്താ വരുന്നത്? ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ബിറ്റ്വീൻ ദം ഈസ് F. A third identically uncharged conducting sphere is brought in contact with the sphere A. First sphere A first and then with B. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു? ഈ രണ്ട് ഈ പറയുന്ന ബോൾസ് രണ്ട് സ്ഫെറിക്കലി ചാർജ്ഡ് ബോഡീസാണ്. ഇത് A ആണ്, ഇത് B ആണ്. ലെറ്റ് ഇറ്റ് ബി. ഇതിൻ്റെ ചാർജ് Q, ഇതിൻ്റെ ചാർജ് Q. ഇതിൻ്റെ സെൻറ്റേഴ്സ് തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് D ആണെന്ന് വിചാരിക്കാം. ഇത്രയും ഉണ്ട്, ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ എന്ത് ചെയ്തു? ഒരു അൺചാർജ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടക്ടിങ് സ്ഫിയർ, ലെറ്റ് ഇറ്റ് ബി C. ഒരു സീനെ എന്ത് ചെയ്തു? അത് ആദ്യം സ്ഫിയർ എയുമായിട്ട് കോണ്ടാക്ട് ചെയ്തു, അതിനുശേഷം പിന്നെ ബിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തു, ആൻഡ് ഫൈനലി റിമൂവ്ഡ് ഫ്രം ബോത്ത്. ആദ്യം എയുമായിട്ട് അതിനെ കൊണ്ടൊന്ന് മുട്ടിച്ചു, പിന്നെ ബിയുമായിട്ട് മുട്ടിച്ചു, പിന്നെ അതൊന്ന് മാറ്റി. ഇനി അപ്പോൾ ഓഫ് കോഴ്സ് ഇതിൽ എന്താ ഉണ്ടാവുക? രണ്ടും ഈക്വലി സെയിം ചാർജ് ആയതുകൊണ്ട് ഫോഴ്സ് ഓഫ് റിപ്പൽഷനാണ്. ഇങ്ങോട്ടാണ് ഫോഴ്സ് രണ്ടിൻ്റെ. അപ്പോൾ പിന്നെന്താ ചെയ്തത്? സെക്കൻഡ് സ്റ്റേജിൽ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബോഡി, ഒരു C എന്ന് പറഞ്ഞ ഒരു ബോഡിയെ കൊണ്ടുവന്ന് ആദ്യം എയുമായിട്ടൊന്ന് മുട്ടിച്ചു, അതിനുശേഷം അത് അവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ ബിയുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യിപ്പിച്ചു. ഇത് രണ്ടും ചെയ്തതിന് ശേഷം വാട്ട് വിൽ ബി ദ നെറ്റ് ഫോഴ്സ്? പിന്നെ എന്ത് ഫോഴ്സ്? വാട്ട് വിൽ ബി ദ ടോട്ടൽ ഫോഴ്സ്? എന്തായിരിക്കും പിന്നെ ഇത് തമ്മിലുള്ള ആ ഒരു റിപ്പൾസീവ് ഫോഴ്സ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ ജസ്റ്റ് നമുക്കറിയാം, വി നോ ദ ഇക്വേഷൻ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ K കോൺസ്റ്റൻറ്റ് ഇൻറ്റു Q1 Q2 ബൈ D². ഇത് മാത്രമേ ഇതിനകത്ത് ഓർത്താൽ മതി. ദിസ് ഈസ് വൺ ഓഫ് ദ ഒരു 5 ഇക്വേഷൻ നമ്മൾ ഫിസിക്സിൽ എടുത്തു കഴിഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണിത്. ഓക്കെ, സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. സോ അനദർ ഇക്വേഷൻ നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ പഠിച്ചു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് G ഇൻറ്റു യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു M1 M2 ബൈ R². സോ ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്കിൻ്റെ. ഓക്കെ, സോ ഇത് രണ്ടും നമ്മൾ, അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിച്ചത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ സീനെ ഇവിടുന്ന് കൊണ്ടുവന്ന് സിയും എയും കൂടെ ഇവിടെ കൊണ്ടുവന്ന് വിത്ത് സിയുമായിട്ടൊന്ന് ടച്ച് ചെയ്യിച്ചു. വിത്ത് സിക്ക് ഒരു ചാർജും ഇല്ല. ദിസ് വൺ ഈസ് C ഉള്ളി. സിക്ക് ചാർജില്ല, അപ്പം കണ്ടക്റ്റിംഗ് ആണെന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുന്ന് കുറച്ച് ചാർജ്, രണ്ട് ചാർജുള്ള സാധനങ്ങൾ അടുപ്പിച്ച് വെച്ചാൽ എന്ത് സംഭവിക്കും? അല്ലെ, ഒരു ചാർജുള്ളതും ഒരു ചാർജ് ഇല്ലാത്തതും കൂടെ അടുപ്പിച്ച് വെച്ചാൽ കണ്ടക്റ്റിംഗ് ആണെങ്കിൽ രണ്ടും ഇക്വിലിബ്രിയത്തിലെത്തും. രണ്ടിനും ഈക്വൽ ആയിട്ട് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് എന്താവും? രണ്ടിനും ഈക്വൽ ആകും. അപ്പോൾ അന്നേരം എന്ത് സംഭവിച്ചു? സോ സ്റ്റെപ്പ് 2 എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് A ബിക്കംസ്, എയ്ക്കും എന്തുണ്ടായി? +Q/2 ആയി. ഈ സിയിനും Q/2 ആയി. രണ്ടും കൂടെ കൂട്ടിച്ചേർന്ന് എനിക്ക് പകുതി, എൻ്റെ പകുതി നീ എടുത്തോ എന്നും പറഞ്ഞ് A അങ്ങ് കുറച്ച് ഡൊണേറ്റ് ചെയ്തു, ഈക്വലി ഡൊണേറ്റ് ചെയ്തു. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്? ബിക്ക് സെയിം Q തന്നെ. ബീൻ്റെ അടുത്ത് ആരും വന്നിട്ടില്ല, അതുകൊണ്ട് ബീന് Q തന്നെ. എയ്ക്ക് എന്തായി? A ഇപ്പോൾ Q/2 ആയി മാറി. എയുടെ പകുതി ആർക്ക് കൊടുത്തു? സിക്ക് കൊടുത്തു. ഓക്കെ, സോ പിന്നെ അടുത്ത സ്റ്റേജിൽ എന്താ പറഞ്ഞത്? സ്ഫിയർ A ഫസ്റ്റ്, പിന്നെ ഈ സീനെ എടുത്തുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് B ആയിട്ടും ടച്ച് ചെയ്യിച്ചു. അപ്പോൾ എന്ത് പറ്റി? ഇപ്പോൾ എയ്ക്ക് എത്രയുണ്ട്? എയ്ക്ക് ഇപ്പോൾ ആകെ എയുടെ ഉള്ളതിൻ്റെ പകുതി അങ്ങ് ആർക്ക് കൊടുത്തു? സിക്ക് കൊടുത്തു. ഇനി A എന്ത് ചെയ്തു? A അങ്ങനെ തന്നെ ഇരിക്കുക, എയുടെ എല്ലാം പോയി, പകുതി പോയി. B അങ്ങ് ഞെളിഞ്ഞിരിക്കുമായിരുന്നു. ബിക്ക് ഓൾറെഡി Q ഉണ്ട്. അപ്പോൾ ഈ Q നെ കൊണ്ട് പിന്നെ അവിടെ ടച്ച് ചെയ്യിച്ചു. അപ്പോൾ Q അപ്പം
ക്യൂവിനപ്പം ഒന്നും ഇല്ലാത്ത അവസ്ഥയൊന്നുമല്ല. ക്യൂവിന് ഓൾറെഡി ഒരു Q/2 ഉണ്ട് അല്ലേ? ക്യൂവിന് സിക്ക് ഓൾറെഡി ഒരു Q/2 ഉണ്ട്. ആ Q/2 എവിടെ നിന്ന് കിട്ടിയതാ? എയിൻ്റെ പകുതി കിട്ടിയ Q/2, എയിൽ നിന്ന് കിട്ടിയ പകുതി ചാർജും കൊണ്ട് സി ഇതെന്ത് ചെയ്തു? ബിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പം ബി ഓർത്തു, ഓക്കെ ഇവൻ ഇത്രയല്ലേ ഉള്ളൂ, നമുക്കൊന്ന് ഷെയർ ചെയ്യാം. അങ്ങനെ ബിയും സിയും കൂടെ ഷെയർ ചെയ്തപ്പോൾ എന്ത് കിട്ടി? നെക്സ്റ്റ് സ്റ്റേജിൽ എയ്ക്ക് Q/2 തന്നെയാണ്, ബിക്ക് എത്ര വന്നു? ബിയും സിയും കൂടെ ഷെയർ ചെയ്യുമ്പം ഇറ്റ് ഈസ് ആക്ച്വലി 1 + 1/2 അല്ലേ? /2. രണ്ട് പേർക്കും കൂടെ കിട്ടുന്നത് ഒരാൾക്ക് 1 ഉണ്ട്, ഒരാൾക്ക് 1/2 ഉണ്ട്. അതായത് Q ഉണ്ട്, Q/2 ഉണ്ട്. Qനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 + 1/2 ദാറ്റ് ഈസ് 3/2. അതിൻ്റെ പകുതി അതായത് 3/4 ഓരോരുത്തർക്കും കിട്ടി. ഇവർ രണ്ടുപേരും കൂടെ ടച്ച് ചെയ്തപ്പോൾ രണ്ട് പേർക്കും 3/4 Q കിട്ടി. എയ്ക്കും കിട്ടി, അല്ല ബിക്കും കിട്ടി, സിക്കും കിട്ടി എന്ത്? 3/4 Q. ഇവർ രണ്ടുപേരും ഈക്വലി അവനവൻ്റെ ചാർജിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് രണ്ടുപേരും പപ്പാതി എടുത്തു. ഓക്കെ, ഒരു ഏറ്റക്കുറച്ചിലൊന്നുമില്ല, രണ്ടുപേർക്കും പപ്പാതി. എന്നിട്ട് പിന്നെ ഇവർ അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്തു? അടുത്ത സ്റ്റേജിൽ ഇവർ എന്ത് സംഭവിച്ചു? ഈ സിനെ അങ്ങ് കൊണ്ടുപോയി. അപ്പോൾ ബാക്കി എയ്ക്കും പോയി, ബിക്കും പോയി. എയ്ക്ക് ഇപ്പോൾ ബാക്കി എത്രയുണ്ട്? Q/2 ഉണ്ട്. ബിക്ക് ഇപ്പോൾ 3/4 Q ഉണ്ട്. ഇപ്പം ഫൈനലി ആദ്യം എയും ബിയും ചുമ്മാ ഇരിക്കുമായിരുന്നു, രണ്ടുപേർക്കും Q ഉണ്ടായിരുന്നു. പിന്നെ ആദ്യം വന്നിട്ട് എന്ത് ചെയ്തു? സീനെ ഇവിടെ കൊണ്ട് ടച്ച് ചെയ്തു. അപ്പോൾ ഇത് Q/2 ആയി. സിക്കും Q/2, എയ്ക്കും Q/2. അങ്ങനെ എയിൻ്റെ വാല്യൂ കുറഞ്ഞു, Q/2 ആയി. ബിക്ക് Q ഉണ്ടായിരുന്നു. പിന്നെ ഈ Q/2 ഉള്ള സീനെ പിടിച്ച്, അപ്പോൾ സിക്ക് ഇപ്പോൾ ചാർജ് ഉണ്ട്, ആ Qനെ പിടിച്ച് ബിനെ കൊണ്ട് ടച്ച് ചെയ്യിച്ചു. അപ്പോഴേ അവർ രണ്ടുപേരും കൂടെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ഒരാൾക്ക് Q ഉണ്ട്, ഒരാൾക്ക് Q/2 ആണ്. അപ്പോൾ Q1ഉം 1/2 അങ്ങനെ 3/2. അതിൻ്റെ പകുതി രണ്ടുപേർക്കും കൂടെ ആ ടോട്ടൽ ചാർജ് ഈ രണ്ട് സിസ്റ്റത്തിൽ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പം 3/2ഉം 3/2 ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ എടുത്തു കഴിഞ്ഞപ്പോൾ 3/4 ആയി. അപ്പോൾ എന്നിട്ട് പിന്നെ സീനെ അങ്ങ് എടുത്ത് മാറ്റി. അപ്പോൾ രണ്ടുപേർക്കും എന്തുണ്ട്? ഒരാൾക്ക് Q/2, ഒരാൾക്ക് 3/4. അപ്പോൾ നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇറ്റ് ഈസ് K ഇൻറ്റു, ഫസ്റ്റ് ഇവിടെ എന്തായിരുന്നു? K ഇൻറ്റു Q²/D² ആയിരുന്നു എഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ന്യൂ എഫ് എന്ന് പറഞ്ഞാൽ K ഇൻറ്റു, നമ്മൾ മായ്ക്കാതെ, ഇവിടെ പ്രത്യേകിച്ച് സ്ഥലമില്ല, കാര്യം മനസ്സിലായില്ല, ഞാൻ ഇതിനെ അങ്ങ് മായ്ക്കും. ഓക്കെ, സോ അവർ ന്യൂ ഫസ്റ്റ് എഫ് എന്ന് പറയുന്നത് K ഇൻറ്റു Q²/D². രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് D ആയിരുന്നെങ്കിൽ ഫസ്റ്റ് ഇതായിരുന്നു. നൗ ന്യൂ F' എന്ന് പറയുന്നത് K ഇൻറ്റു വാട്ട് ഈസ് ഫസ്റ്റിലത്തെ Q1 എന്ന് പറയുന്നത് Q/2 ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് 3/4 Q ആണ്. 3/4 Q ഡിവൈഡഡ് ബൈ D². അപ്പോൾ എത്ര വരും? K ഇൻറ്റു Q²/D². ബാക്കി എത്രയുള്ളത്? 3/8. അപ്പോൾ 3/8 ഇറ്റ് ഈസ് ഈക്വൽ ടു 3/8F. ഓക്കെ, 3/8 ആണ്. 3/8 ഓക്കെ, 3/8F അല്ലെങ്കിൽ 3F/8 ആണ് ആൻസർ. വെരി സിമ്പിൾ ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇത്ര ലെങ്തി ആകുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ ഒഴിവാക്കണ്ട. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ഈസി ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ചില കേസിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പോർഷൻ നമ്മൾ പേടിച്ചു, ഇത് ഭയങ്കര കഷ്ടപ്പാടാണ്, ഇത് ഭയങ്കര ടഫാണെന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ ഒരു പോർഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇത് പഠിച്ചിട്ടുള്ളതല്ലല്ലോ, ഇനി ഈ ക്വസ്റ്റ്യനും വായിച്ച് സമയം കളയണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് അത് ഒഴിവാക്കും. ബട്ട് ചിലപ്പോൾ നമ്മൾ വളരെ ടഫാണെന്ന് വിചാരിക്കുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിൽ നിന്നായിരിക്കും വെരി സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നത്. ദിസ് ഇസ് വെരി സിമ്പിൾ ലോജിക്കൽ. നമുക്കൊന്നും അറിയത്തില്ലെങ്കിൽ പോലും ഇനിഷ്യലി ഈ ഒരു ഇക്വേഷൻ അറിയാം. പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത്? രണ്ടെണ്ണം ഡിഫറെൻ്റായിട്ട് നിൽക്കുന്നു. ജസ്റ്റ് ഒന്ന് രണ്ടും കൂടെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് മാത്രം ഓർത്താൽ മതി. എന്നിട്ട് ഇതിനെ ഇവിടെ നിന്ന് മാറ്റി അടുത്തതിൽ കൊണ്ടുപോകുന്നു, പിന്നെ അതിനെ അവിടെ നിന്നും മാറ്റുന്നു. ബട്ട് ഇതൊന്നും ഓർക്കണം, Q ആയിരിക്കുമ്പോൾ ഇവിടെ ചിലർ ഈ Q/2 ഇവിടെയാണ്, ഇവിടെ Q അങ്ങനെയൊക്കെ ചെയ്ത് വെക്കും. അങ്ങനെയൊന്നും ചെയ്യാതെ ജസ്റ്റ് തിങ്ക് അബൌട്ട് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുക, എന്നിട്ട് ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2018 നീറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് ഓൾസോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ചെറിയൊരു ലോജിക്ക് അപ്ലൈ ചെയ്യണം, ഇല്ലെങ്കിൽ ചിലപ്പം തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. 2 point charges A and B having charges Q and -Q respectively are placed at certain distance apart. ഇത്രയും മനസ്സിലായല്ലോ. രണ്ട് ചാർജ് ഉണ്ട്, A and B. ഒരെണ്ണം +Q ആണ്, ഒരെണ്ണം -Q ആണ്. അതുകൊണ്ട് രണ്ടും തമ്മിൽ എന്തായിരിക്കും? അട്രാക്ഷൻ ആയിരിക്കും. അതിൻ്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് certain, let it be D. ആൻഡ് ഫോഴ്സ് ആക്ടിങ്, എന്നിട്ട് രണ്ടും തമ്മിലുള്ള ഫോഴ്സ്, അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താ സംഭവം? ഇഫ് 25% ചാർജ് ഓഫ് എയിൻ്റെ 25% ചാർജ് എവിടേക്ക് പോയി? ഈസ് ട്രാൻസ്ഫേർഡ് ടു ബി. അത് ബിന് കൊടുക്കുകയാണെങ്കിൽ, ഡൊണേറ്റ് ചെയ്യുവാണെങ്കിൽ
അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ന്യൂ ഫോഴ്സ്? ഓക്കെ, സോ നോക്കാം. രണ്ട് ഫോഴ്സ് ഉണ്ട്. ദിസ് വൺ ഈസ് പ്ലസ് ക്യൂ, ദിസ് ഈസ് രണ്ട് ചാർജ് ഉണ്ട് മൈനസ് ക്യൂ, ദിസ് ഈസ് എ, ഇത് ബി. അപ്പോൾ ആദ്യം ഇവർ തമ്മിലുള്ള ഫോഴ്സ് എന്തായിരുന്നു? ഇറ്റ് ഈസ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലേ, ഓപ്പോസിറ്റ് ആയതുകൊണ്ട് കെ ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ ഡി സ്ക്വയർ, ഇതായിരുന്നു ഫോഴ്സ്. പിന്നെ ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ എന്താ പറഞ്ഞത്? ഇതിൽ നിന്നും ഒരു 25%, അതായത് 25% മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഇപ്പോൾ ഇതെന്തായി? ന്യൂ എ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും 3/4 ക്യൂവേ ഉള്ളൂ. ഇതിൽ നിന്നൊരു പ്ലസ് 1/4 ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ എന്തായി? ഇതിന് ദിസ് ഈസ് ബി, ദിസ് ഈസ് എ. ബിക്ക് അപ്പോൾ എത്ര ഉണ്ട്? ബിക്ക് ഓൾറെഡി ഒരു മൈനസ് ക്യൂ ആണ്. ഇവിടെ നിങ്ങൾ ചാർജിൻ്റെ സൈൻ ശ്രദ്ധിക്കണം. ഇവിടെ മൈനസ് ആണുള്ളത്. ഓക്കെ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ മൈനസ് ക്യൂവിൻ്റെ കൂടെ എത്രയാണ് വന്നേക്കുന്നത്? ഒരു പ്ലസ് 1/4, ഒരു 20% 1/4 ഓഫ് ഇതിൻ്റെ ഒരു 1/4. ഇതിൻ്റെ 1/4 പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 3/4 ക്യൂവേ ഉള്ളൂ. ഇതും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെയും നമുക്ക് 3/4 ക്യൂ കിട്ടും. ബട്ട് ദാറ്റ് ഈസ് മൈനസ്. ഇവിടെ ഒരു പ്ലസ് ആണ്, പ്ലസിൻ്റെ കൂടെ ഒരു 1/4 ക്യൂ മൈനസ് ആണുള്ളത്. ആ മൈനസിൻ്റെ കൂടെ ഒരു പ്ലസ് വരുമ്പോൾ നമ്മൾ ബാക്കി ഇവിടെ കിട്ടുന്നത് മൈനസ് കുറഞ്ഞു വന്നു. ഇവിടെയുള്ള ഇലക്ട്രോൺസ് കുറഞ്ഞു പോയി, ന്യൂട്രലൈസ് ആയിപ്പോയി കുറേ സാധനങ്ങൾ. അപ്പോൾ എന്താ? ഇവിടുന്ന് കുറച്ച് ഇലക്ട്രോൺസിനെയാണ് ഇവിടുന്ന് കുറച്ച് പ്ലസ് ഇലക്ട്രോൺസിനെയാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. സോ ഇവിടെയുള്ള മൈനസുമായിട്ട് പ്ലസ് സൈനെയാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. മൈനസുമായിട്ട് കോമ്പൻസേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി ഇവിടെ മൈനസ് 3/4 ക്യൂ ആണുള്ളത്. ഓക്കെ, സോ ഇവിടെ പ്ലസ് 3/4, ഇവിടെ മൈനസ് 3/4. ഇനി നിങ്ങൾ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, സ്റ്റിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തന്നെയാണ്, രണ്ടും ഓപ്പോസിറ്റ് സൈനാണ്. സിമ്പിൾ അല്ലേ? എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു ദിസ് ഈസ് ആക്ച്വലി 3 9 9 2 16 Q1 Q2 അല്ലെങ്കിൽ K ഇൻറ്റു 3/4 Q ഇൻറ്റു 3/4 Q E by D square. So that means it is actually 9/16 K into Q square by D square. So that means 9/16 F. So simple, very simple. 9F by 16 or 9/16 F. ഇതിൻ്റെ 9/16 ഉണ്ടാവുള്ളൂ. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. മൈനസ് സൈനാണ് തരുന്നതെങ്കിൽ ഇതിൻ്റെ അല്ല 25% അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ആ സൈൻ വെച്ച് തന്നെ ചെയ്യണം. ഫോഴ്സ് നിങ്ങൾക്ക് എങ്ങനെ വേണേൽ ആക്കാം, അട്രാക്ഷൻ കാരണം അത് നമുക്കറിയാലോ. ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ ഇറ്റ് ഈസ് അട്രാക്ഷൻ, അതർവൈസ് ഇറ്റ് ഈസ് റിപ്പൽഷൻ. സോ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ചാർജിൻ്റെ സൈൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് വെരി സിമ്പിൾ. ദീസ് ടു ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ അതായത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അവർ സ്ഫിയർ ആണ് പറഞ്ഞിരുന്നത്. പിന്നെ അവർ പറഞ്ഞ് അതിനെ പോയിൻറ്റ് ചാർജായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആ പോർഷൻ ഞാൻ വായിക്കാൻ മറന്നു എന്ന് തോന്നുന്നു. ബട്ട് ആ ക്വസ്റ്റ്യനിൽ അതുള്ളതാണ്. യു ഹാവ് ടു അസ്യൂം ദാറ്റ് ഇത് ഇതിൻ്റെ ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ സ്ഫിയറിൻ്റെ ഡയമീറ്റർ കുറവായതുകൊണ്ട് നമ്മളതിനെ പോയിൻറ്റ് ചാർജായിട്ട് എടുക്കാം. ഇത് രണ്ടും പോയിൻറ്റ് ചാർജിൻ്റെ കേസാണ്. ഇതും പോയിൻറ്റ് ചാർജാണ്, മറ്റതും അതുകൊണ്ട് പോയിൻറ്റ് ചാർജിൻ്റെ കേസാണ്. അപ്പോൾ പോയിൻറ്റ് ചാർജാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യനായിട്ട് അടുത്ത ദിവസം വരാം. ബൈ.